ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇനി അവിടെ കാണിക്കുന്നത് തൃശ്ശൂരത്തെ ഒരു വിശേഷമാണ് കേട്ടോ. തൃശ്ശൂർ ഗ്രൗണ്ടിലൊരു വിശേഷമാണ്. അപ്പോൾ ഇന്ന് കർക്കിടകം 1 അതെല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്, എങ്കിലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കർക്കിടകം 1 എല്ലാ വർഷവും തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൽ ആനയോട്ട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ എനിക്കതറിയില്ല. ഞങ്ങളവിടെ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ പോയതായിരുന്നു കേട്ടോ. ഞാൻ തൃശ്ശൂർക്കാരിയാണെങ്കിലും ഇതൊന്നും എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ പോയാൽ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്യുന്നത് ഈ ഗ്രൗണ്ടിലാണ്. അങ്ങനെ പാർക്ക് ചെയ്യാൻ വേണ്ടി പോയതായിരുന്നു. പോയപ്പോൾ ഭയങ്കര തിരക്ക്, ആനകളെ കൊണ്ടുവരുന്ന വണ്ടികളും ആൾക്കാരും ഒക്കെ ആയിട്ട് ഭയങ്കര തിരക്ക്, സ്കൂട്ടറും കാറൊക്കെ ഉണ്ട് ഗ്രൗണ്ടിൽ. അപ്പോൾ ഈ തിരക്ക് കണ്ടപ്പോൾ ഞാൻ അവിടെ ചോദിച്ചതാണ്, ആനകളും വരുന്നുണ്ട്, പൂരം കഴിഞ്ഞതാണല്ലോ, പിന്നെ എന്തെങ്കിലും തിരക്ക്, ആനകളെയും കാണുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ പറഞ്ഞു, ഇങ്ങനെ ഇന്ന് കർക്കിടകം 1 എല്ലാ വർഷവും ഇവിടെ ആനയോട്ട് ഉണ്ടാവാറുണ്ട്, അതിൻ്റെ തിരക്കാണ്, അതുകൊണ്ടാണ് ആനകളൊക്കെ അങ്ങനെ വരുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് ആനകൾ വണ്ടിയിൽ വരുന്നുണ്ട് കേട്ടോ. കുറേ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആനകളെ കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ ആനകളുടെ എണ്ണമൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അത് ഞാൻ ഫുൾ ടൈം അവിടെ നിന്നിട്ടില്ല, കുറച്ച് സമയം മാത്രമേ നിന്നിട്ടുള്ളൂ കേട്ടോ. എനിക്കിന്ന് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ കൂടെ വന്നവരെ വീട്ടിലെത്തിച്ചിട്ട് വേണം എനിക്ക് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരണമെങ്കിൽ. അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കുണ്ട്. പക്ഷേ വണ്ടി അങ്ങോട്ട് കടത്തി വിടാനും പറ്റുന്നില്ല. ഈ ആനകളെ കൊണ്ടുവരുന്ന തിരക്കും ജനങ്ങളെ തിരക്കൊക്കെ ആയിട്ട് എനിക്ക് വണ്ടി കൊണ്ടുപോകാനും പറ്റുന്നില്ല. അപ്പോൾ എന്തായാലും അവിടെ പെട്ടതാണ്. അപ്പോൾ എന്തായാലും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോസൊക്കെ എടുത്തത് കേട്ടോ. അത് ഒരു 8 മണി 7:30 8 മണി സമയത്താണ് ഈ ഒരു തിരക്കൊക്കെ കാണുന്നത്. എല്ലാവരും എത്തിയിട്ടുണ്ട് അവിടെ. ഇത്രയും ജനങ്ങൾ എത്തണമെങ്കിൽ അവർക്കൊക്കെ ഇത് മുമ്പേ അറിയുന്നതാണല്ലോ. അതുകൊണ്ടാണ് അവിടെയുള്ള ആളുകളാണ്, പുറത്തുള്ള ആളുകളും എല്ലാവരും ഉണ്ടാവും കേട്ടോ. പക്ഷേ ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഈ ഒരു ആന വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നത് മാത്രമായിട്ട് ഞാൻ എടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ള ആനകളൊക്കെ കുറച്ച് ദൂരെയാണ്. ഇത് ഞാൻ കുറച്ച് അടുത്ത് പോയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഗുരുവായൂർ ഞാൻ കേട്ടിട്ടുണ്ട്, ആനയോട്ടം ആനയൂട്ടൊക്കെ അങ്ങനെ കേട്ടിട്ടുണ്ട്. പോയി കണ്ടിട്ടൊന്നുമില്ല കേട്ടോ. കാര്യം ഞങ്ങളുടെ അടുത്താണെങ്കിലും പോയി കണ്ടിട്ടൊന്നുമില്ല. സത്യം പറഞ്ഞാൽ ആനനെ പേടിയാണ് കേട്ടോ. ഇതിപ്പോൾ ഇത്രയും ആളുകൾ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അടുത്ത് പോയിട്ട് ആ വീഡിയോസ് എടുത്തത് ഞാൻ. പിന്നെ ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് ആനകളൊക്കെ അങ്ങനെ നിരത്തി നിർത്തിയിട്ടുണ്ട് കേട്ടോ. വന്ന ആനകളൊക്കെ ഇങ്ങനെ നിരത്തി നിർത്തിയിട്ട് ഓരോരുത്തർ ഇങ്ങനെ കൊണ്ടുപോകാനായിട്ട് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതെനിക്ക് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി. അതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ എല്ലാവരെയും ഒന്ന് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. ഇതിനെക്കുറിച്ച് അറിയാത്തവരുണ്ടാവുമല്ലോ. ഇപ്പോൾ തൃശ്ശൂർക്കാർക്ക് അറിയാവുന്നത് തന്നെ ആയിരിക്കും, പക്ഷേ മറ്റുള്ള നാട്ടിലൊക്കെ അറിയാത്തവരുണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാ വർഷവും കർക്കിടകം 1 ഇവിടെ ആനയായിട്ട് ഉണ്ടാവാറ്. അപ്പോൾ അറിയാത്തവർക്കൊക്കെ ആയിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ കർക്കിടകം 1 വിശേഷങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ആനപ്രേമികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു വീഡിയോ ആണ്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കാണാൻ ശ്രമിക്കണേ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്.
പുതുമയുടെയും പുതുമകളുടെയും ഗതസ്വരൂപം ഐരാവത സമസൂര്യപ്രഭാവൻ കളഭകേസരി കാളിയാർ മഠം ശേഖരൻ. ആലസൂര്യന്മാരുടെ പാദസ്പർശം പോലും പൂരപ്രതീതി ഉണർത്തുന്ന തൃശ്ശൂർ പേരൂരിൽ ശ്രീ വടക്കുംനാഥനെ പ്രണമിച്ചു നിന്ന് ആനയോട്ട് കൂടുവാൻ വരികയാണ് ഒരു യുവരാജാവ്. തെക്കൻ മണ്ണിന്റെ വന്ദാനമെങ്കിലും വടക്കൻ പടക്കളങ്ങളിൽ നിറസാന്നിധ്യമാകുന്ന യുവ തമ്പുരാൻ, യുവകേസരി നടത്താവിള ശിവൻ. സൗന്ദര്യത്തിന്റെ കാലന ശൈലിയും ചേരുംപടി ചേർന്ന കൊമ്പനാണിത്. കൊട്ടിയൂർ പെരുമാളിന്റെ വൈശാഖ മഹോത്സവത്തിന് പൂർണ്ണത സമ്മാനിച്ച് ആവലിപ്പുഴയുടെ തീരത്ത് ധന്യത പകർന്നവൻ കാളിയാർ മഠത്തിലെ കാളിയമ്മ ഭഗവതിയുടെയും ഗുരുമുത്തപ്പനെയും കലിയുഗവൃതനായ ശ്രീ വിഷ്ണുമായ സ്വാമിയെയും കൈവണങ്ങി പൂരഭൂമികൾ ധരിക്കുവാൻ ഇറങ്ങിയവൻ. തലമുറകൾ കണ്ട് ശീലിച്ച കിടപ്പെരുമയുടെ താരനായകനായി ഏതൊരു മണ്ണിനെയും തന്റെ സൗന്ദര്യ മികവിൽ ചേർന്നു നിർത്തുന്നവൻ. പ്രൗഢി എന്ന വാക്കിനും ആഢ്യത്വമെന്ന ശൈലിക്കും ആനക്കേരളം പറയുന്ന അക്ഷരം തെറ്റാത്ത പര്യായം അവതരിക്കുകയായി. ശ്രീ വടക്കുംനാഥന്റെ തിരുസന്നിധിയിലെ ഗംഭീരമായ ആനയോട്ട് കൂടുവാൻ കാളിയാർ മഠത്തിന്റെ വീരവേസരി മികവാർന്ന സഖ്യ സൗന്ദര്യത്തിന്റെയും മികവാർന്ന എഴുന്നള്ളിപ്പ് പ്രൗഢിയുടെയും അവസാന വാക്ക് സാക്ഷാൽ ഗജരാജരത്നം കാളിയാർ മഠം ശേഖരൻ. രാജശേഖരനുമൊപ്പം നടത്താവിളയുടെ നാമത്തിന് അംഗത്തിളക്കം ചാർത്തുന്ന കൊണ്ടൻ നടത്താവിള ശിവൻ. രാജകീയതകളും രാജരാജ പെരുമകളും നിറയുന്ന ഓരോ ആഘോഷങ്ങളുടെയും മഹനീയമായ സൗന്ദര്യം കൊണ്ട് അലങ്കരിക്കുവാൻ ഇവൻ ആന കേരളത്തിന്റെ നിത്യഹരിതനായ ആരാധകരെ സൃഷ്ടിച്ച ഒരു ആൺകുട്ടി ആതങ്ക മാണിക്യം അക്കരമ്മൽ ബാബുലാൽ. തുറക്കുമ്പോൾ കൈലാസനാഥപുത്രനായ ഗണപതി ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച ശ്രീ വടക്കുംനാഥന്റെ തിരുവത്ത് വരുന്ന ആനയോട്ട് കൂടുവാൻ അവതരിക്കുകയാണ് തിരുവമ്പാടിയുടെ നിലകക്കുറി. തിരുവമ്പാടി കണ്ണനോടൊപ്പം പൂരങ്ങളുടെ പൂരത്തിൽ എഴുന്നള്ളുന്ന തിരുവമ്പാടി ഭഗവതിയുടെ ആരോഗ്യ പുത്രി ഗജറാണി തിരുവമ്പാടി ലക്ഷ്മി. പൂരനായകൻ ചന്ദ്രശേഖരനും പൂരപ്രമാണി കണ്ണനും സോദരിയായി തിരുവമ്പാടി തട്ടകത്തിൽ താരത്തിളക്കമോടെ പാടുന്ന മാതങ്കറാണി. എഴുന്നള്ളി വന്നാൽ സാക്ഷാൽ തിരുവമ്പാടി ഭഗവതി തങ്ങിയ ആരി രത്നങ്ങളിൽ നാടിന്റെ സ്നേഹം നുകർന്ന തേക്കിൻ കാടിന്റെ മടിത്തട്ടിൽ ഓടിക്കളിക്കുന്നവൻ. ഇവൾ മനസ്സു നിറയുന്ന ആവേശങ്ങൾക്ക് കാഴ്ചയുടെ വസന്തം സമ്മാനിക്കുന്ന ശ്രീ വടക്കുംനാഥൻ ആനയൂട്ടിന്റെ നിറസാന്നിധ്യം. കണ്ണും മനസ്സും നിറച്ച് കൈയടങ്ങി കാണുവാൻ ജനസാഗരം ഇരമ്പിയെത്തുന്ന തേക്കിൻ കാട്ടിൽ തന്റെ സൗന്ദര്യം പെരുമ വിളിച്ചോതി കടന്നു വരുന്ന സുന്ദര കുട്ടി ഗജറാണി തിരുവമ്പാടി ലക്ഷ്മി. നാടായ പത്തനംതിട്ടയിൽ ചെറുതോലിന്റെ അഭിമാനമായി നിലകൊള്ളുന്നവൻ. ചെറുതല്ലാത്ത ആഘോഷങ്ങൾ കൂടി പേരെടുക്കുവാൻ പമ്പയാറ്റിൽ നീരാടി ഒരുങ്ങുന്നവൻ. അയ്യനയ്യപ്പ സ്വാമിയെ അണിയിച്ചെടുക്കുവാൻ തിരുവാഭരണം കടന്നു പോകുമ്പോൾ കൈപൂക്കി വണങ്ങുന്ന മാതംഗ ജന്മം ഗജരാജൻ ചെറുതോൽ മഹാലക്ഷ്മി ശിവൻ. തെക്കൻ ഹൃദയത്തിലേക്ക് ഉറച്ച ചുവടുവയ്പ്പുകളുമായി കടന്നു വന്നവൻ. ശ്രീധർമ്മശാസ്താവ് പാടുന്ന മീനാടിന്റെ വെടിത്തട്ടിൽ ആഘോഷ ഹൃദയം ഒരുക്കി ഒരു ജനത സ്വീകരിച്ച ചരിത്രമുള്ളവൻ. ആന കേരളത്തിന്റെ അഭിമാന താരമായ വലിയ മീനാടിനോടൊപ്പം മീനാട് സിന്ധുമോൾ ഗ്രൂപ്പിന് വിജയതിലകം സമ്മാനിക്കുന്നവൻ. ഇവൻ ശ്രീ വടക്കുംനാഥൻ ആനയൂട്ടിന്റെ വടക്കൻ കേരളത്തിന്റെ ഹൃദയ സിരകളിലേക്ക് പടർന്നു കയറിയ ആവേശം മീനാട് കേശു. പകിട്ടേറുന്ന മണ്ണിൽ പ്രൗഢിയോടെ ഗജറാണിമാർ അണിനിരക്കുന്ന നേരത്തേക്കിതാ പമ്പയാറിന്റെ തീരം കടന്നു വരികയാണ്. അവളും മലയാള മണ്ണിന്റെ മാറ്റവും തിലകമായി നിറയുന്ന സത്യസുന്ദരി ഗജറാണി ചെറുകോൽ മഹാലക്ഷ്മി പാർവതി. കർക്കടകൗണ്ട് കൂടുവാനും ആരാധകരെ തന്റെ കരിയടകിൽ മയക്കി നിർത്തുവാനും കടന്നു വന്ന ഗജവസന്തം. തുടിച്ചു തുള്ളി ഒഴുകുന്ന പമ്പയാറ്റിൽ കുളിച്ചു തോന്നി നഗരിയിലെ ഒരു യുവ വീര നായകൻ. അവതാരത്തിൽ സൂര്യനായി നന്ദിലത്ത് ഗജനരികിൽ വന്നു ചേർന്ന സുന്ദര ഗജരാജാവുമായ യുവരാജാവ് യുവകേസരി നന്ദിലത്ത് ഗോവിന്ദ കണ്ണൻ. യോഗങ്ങളിലെല്ലാം മലയാള മണ്ണിലത്തിന്റെ ഗോപു നന്ദിലത്ത് ഗ്രൂപ്പിന്റെ കുട്ടിയാണ് ഗജരാജകുമാരൻ നന്ദിലത്ത് ഗോപി കണ്ണൻ. കേരളത്തിന്റെ എണ്ണം പറഞ്ഞ താരങ്ങൾക്കിടയിലേക്ക് അഭിമാനമായി വളർന്നു വരുവാൻ പൂവിടുന്ന മണ്ണിലെല്ലാം നേരിടുന്ന നായകത്വം കാത്തിരിക്കുന്ന നിറയൗവനം. വെല്ലുവിളികൾക്കെല്ലാം വരവുകൾ കൊണ്ട് മറുപടി രചിക്കാൻ പാടെ പഠിത്ത പോരാളി. ചെറുപ്രായത്തിന്റെ മഹിമയിൽ തന്നെ പുതിയ കാലത്തിന്റെ ആവേശമായി എഴുന്നള്ളി നിന്ന യുവരാജാവ് പത്മനാഭനും ഗോപാലകൃഷ്ണനും അർജുനനും ശേഷം എണ്ണം പറഞ്ഞ 3 താരങ്ങൾ തലയുർത്തി നിൽക്കുന്ന ആ തറവാടിന്റെ അരുമക്കിടാവ് ഇതാ വരികയായി. ആന കേരളത്തിന്റെ എണ്ണം പറഞ്ഞ താരങ്ങൾക്കിടയിലേക്ക് അഭിമാനമായി വളർന്നു വരുന്ന യുവവീര മാണിക്യം യുവകേസരി നന്ദിലത്ത് ഗോവിന്ദ കണ്ണൻ.
അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് കേട്ടോ. കുറച്ച് നേരം എന്ന് പറയുമ്പോൾ ഒരു 1.5 മണിക്കൂറൊക്കെ അവിടെ പെട്ടിട്ടുണ്ടാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. കാരണം എനിക്ക് ഇവർ വീട്ടിലാക്കിയിട്ട് വേണം എനിക്ക് വീണ്ടും തൃശ്ശൂർക്ക് തന്നെ വരണമെങ്കിൽ. അപ്പം ഞങ്ങളുടെ വീട് ഇപ്പോൾ പുതിയ വീട് വെച്ചിട്ടുള്ളത് തൃശ്ശൂർ ചേറ്റുവേലാണ് കേട്ടോ. അപ്പോൾ ചാവക്കാടക്ക് കുറച്ചുകൂടി ദൂരമുണ്ട് ഇവിടുന്ന് കേട്ടോ. അപ്പോൾ ചേറ്റുവേലാണ്. അപ്പോൾ ഇവരിവിടെ വീട്ടിലെത്തിക്കണല്ലോ, എന്നിട്ട് വേണം എനിക്ക് തിരിച്ചങ്ങോട്ട് വരണമെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ വരുന്ന വഴിക്കൊക്കെ നല്ല ബ്ലോക്കായിരുന്നു കേട്ടോ. ആ ബ്ലോക്കൊക്കെ കടന്ന് വരണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോകുന്നു. പിന്നെ വരുന്ന വഴിക്ക് എടുത്ത വീഡിയോസാണ് കേട്ടോ ഇതൊക്കെ. ആനകളെ വീണ്ടും അവിടേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ആ സമയത്ത് മഴ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ തന്നെ കച്ചവടക്കാരുണ്ട് കേട്ടോ. കുറേ കച്ചവടക്കാരൊക്കെ ഉണ്ട്. പിന്നെ അതിലിടയ്ക്ക് തന്നെ കുട വിൽക്കുന്നവരൊക്കെ ഉണ്ട്. അവരിൽ നിന്ന് പുതിയ കുട വാങ്ങിക്കുന്നവരുണ്ട്. അപ്പോൾ മഴയാണല്ലോ, അപ്പോൾ അത്രയ്ക്കും കുട വാങ്ങിച്ചാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് ആനനെ കാണണം എന്നുള്ള ഒരു ഇഷ്ടത്തോടു കൂടിയാണ് എല്ലാവരും നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു കർക്കിടകം 1 സ്പെഷ്യൽ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുതേ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.